അത് ഓരോരുത്തർ പെണ്ണുങ്ങന്മാർ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ആരാധിക്കേണ്ടത് ആരാധന വസ്തു അല്ലത്. ഞാൻ റബ്ബിനോട് സമാനം പറയേണ്ടതില്ല. അപ്പോൾ ഞാൻ കെട്ടി, പിന്നെ ആർക്കെങ്കിലും കൊടുത്ത് പൈസ ഇട്ടപ്പോൾ എൻ്റെ ഉറ്റ, ഇപ്പം ഞാൻ കെട്ടിയപ്പോൾ ആർക്കും കുഴപ്പമില്ല. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് അതൊന്നും വലിയ, പിന്നെ എന്നെക്കുറിച്ച് നാറ്റക്കോയ, വേറെ കോയ, അത് അങ്ങനെ അതിലൊന്നും എനിക്ക് സന്തോഷമുള്ളൂ, അതിലൊക്കെ ആനന്ദം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേര് ഹാമിദ് കോയ എന്നാണ്. അപ്പോൾ തങ്ങളെ നമ്മൾ ആദ്യം ചോദിക്കുന്നത്, ഒരുപാട് വിവാദങ്ങൾ ഈ റമദാൻ തൊട്ടതാ ഈ സമയം വരെ വിവാദങ്ങളോട് വിവാദങ്ങളാണ്, വിവാദങ്ങൾ ഘോഷയാത്രയാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിൽ അതിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് തങ്ങന്മാർ, ഒരു തങ്ങളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാത്ത അത്രയും ആൾക്കാർ, അത്രയും പരിചാരകർ, അത്രയും ആളുകളൊക്കെ ഈ വീട്ടിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു തകർച്ചയോ ഒരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഇവിടെ വരാത്ത എന്തുകൊണ്ടാണ്? ഒരു നല്ല ചോദ്യമാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പം നിങ്ങൾ ചോദിച്ചത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ കൂടുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ഇത്ര ജനങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് നൂറെ ഹബീബ് തകരാതെ മുന്നോട്ട് പോകുന്നത്? ഉത്തരം സിമ്പിളാണ്. ഒന്നാമത്തത്, പിന്നെ നമ്മൾ ഒരു തെറ്റും എന്തില്ല ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ അന്നും ഇന്നും എന്നും ഒരേ ലെവലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾ ശരിക്ക് ഉണ്ടാക്കുന്നത് യൂട്യൂബർമാരാണ്. അതിന് ഒന്നാമത് കുശുമ്പാണ്, അസൂയയാണ്, മനസ്സിലായില്ലേ? പിന്നെ ഇതിൻ്റെ ബാക്കിൽ കുറേ ആളുകൾ പല രീതിയിലും കളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇത്രയേറെ വിവാദങ്ങൾ ആളുകൾ ഉണ്ടാക്കിയിട്ടും ഒരു ചുക്കും എന്തില്ല സംഭവിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോഴും ആയിരക്കണക്കിന് ആൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അതൊക്കെ നമ്മളേത്ത് ഹക്കുണ്ടായിട്ടാണ്, വേറൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ആളുകൾ ഇനിയും, പിന്നെ വിവാദങ്ങൾ എനിക്കിങ്ങനെ ഹൈറാണ്, വിവാദങ്ങൾ എന്നെ ഉയർത്തുകയാണ്, താഴ്ചയല്ല. എന്നെ അറിയാത്ത ആരല്ലത്, എവിടെ ചെന്നാലും കണ്ട അനുരാഹിതങ്ങളെ റാഹത്തിൽ. അതൊക്കെ കാരണം എന്താ, യൂട്യൂബർമാർ ഉണ്ടാക്കിയിട്ടാണ്. ഓക്കെ. പിന്നെ വെച്ചാൽ നമ്മൾ ഇവിടെ ഈ പ്രശ്നമൊക്കെ നടന്നതിന് ശേഷവും ചികിത്സക്ക് പോകുമ്പോൾ തിരക്കാണ് ഇവിടെ. യെസ്, സാധാരണ ഇങ്ങനെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ തങ്ങന്മാരെ അഡ്രസ്സ് പോലും കാണാനുണ്ടാവില്ല. പക്ഷെ ഇവിടെ വീണ്ടും തിരക്കാണ്. പിന്നെ മാത്രമല്ല, തിരക്ക് ക്രമീകരിക്കാൻ വേണ്ടി ബാക്കിൽ ഒരു ബോർഡും വെച്ചു. തീർച്ചയായും. എന്നിട്ടും ആളുകൾ ജനപ്രവാഹമാണ്. ശനി ഞാറൊന്നും അടുക്കാൻ കഴിയില്ല. അത് എന്താ വെച്ചാൽ അതൊക്കെ അള്ളാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന നിയമത്താണ്. അള്ളാഹ് തന്ന നിയമത്താണ്. അത് അള്ളാഹ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുത്ത് കളയാൻ പറ്റുള്ളൂ. അല്ലാതെ കുറേ യൂട്യൂബിൽ കള്ളും കഞ്ചാവും അടിച്ച് വന്നിട്ട് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ്, അതിലൊന്നും അർത്ഥമല്ല. അതിലൊന്നും എന്തില്ല അർത്ഥമല്ല. നമ്മൾ പിന്നെ നമ്മളൊക്കെ എടുത്ത് ഹക്കുണ്ടെങ്കിൽ കുറച്ചോ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആളുകൾ വരും, കായൊക്കെ കിട്ടും. ഓക്കെ. പിന്നെ പൊതുവെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്നൊരു ചോദ്യമാണ്, ഇവിടെ നൂറെ ഹബീബ് തങ്ങളെ അഡ്മിൻസുകൾ ഫുള്ള് പെണ്ണുങ്ങളാണ്, അതുപോലെ ആണുങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല, പെണ്ണുങ്ങൾ പറയുന്ന പോലെ അവിടെ നടക്കുള്ളൂ, പെണ്ണുങ്ങളാണ് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ എങ്ങനെ ആ ചോദ്യത്തോട് എങ്ങനെ നിങ്ങൾ? ഇവിടെ ഏറ്റവും കൂടുതൽ ആണുങ്ങളും പെണ്ണുങ്ങളും ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഇവിടെ ആണുങ്ങൾക്ക് പരിചരിക്കാനാണ് ഒരു 100-500 പെണ്ണുങ്ങൾ വന്നാൽ ഇപ്പോൾ ആണുങ്ങൾക്ക് പോയി ഇതാക്കാൻ പറ്റൂല. 10-200 ആണുങ്ങളുണ്ടാവും. അതൊക്കെ വീഡിയോ വീക്ഷിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ചില ആളുകൾ കുറ്റപ്പെടുത്താൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വലിയ അർത്ഥമില്ല. പെണ്ണുങ്ങളും ഉണ്ട് പരിചരിക്കാൻ, ആണുങ്ങളെ പരിചരിക്കാൻ ആണുങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം മറന്നുപോയി, ചോദിച്ചോളൂ. കേസ് അപ്പോൾ തങ്ങളെ ഇപ്പോൾ ഒരു വിവാദങ്ങൾ ഇങ്ങനെ 50-60 യൂട്യൂബ് ചാനൽ ഇപ്പോൾ നിങ്ങളെ റോസ്റ്റ് ചെയ്തല്ലോ, അതൊക്കെ അവർ പറയുന്നത് നിങ്ങൾക്കെതിരെ ഒരുപാട് കേസുകളുണ്ട്, അവിടെ അതുണ്ട് ഇതുണ്ട്, നിങ്ങൾ കുടുങ്ങി, നിങ്ങൾ ജയിലിലാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു സംഗതി ഒന്നും ഇവിടെ വരുമ്പോൾ കാണുന്നില്ല, ഇവിടെ വളരെ കൂളാണ്. അല്ലേ, ഇപ്പൊ ഇവര് ഈ പറഞ്ഞതൊക്കെ കളവാണ്. എന്താ ഒരു യൂട്യൂബർ എന്ത് സത്യം പറഞ്ഞത്? ഒരു സത്യം ഒരാളും പറഞ്ഞിട്ടില്ല. എല്ലാവരും ലക്ഷ്യം എന്താ, തകർക്കണം എന്ന് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ ഒരു കേസും ഇല്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിയമത്തിന് എതിരായിട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നമുക്കെതിരെ എന്ത് ചെയ്യണം, കേസ് വേണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ വലിയൊരു തങ്ങളാണ്. അതുകൊണ്ടൊന്നും നമ്മളങ്ങനെ അല്ലേനും, നമ്മളങ്ങനത്തെ ഇതൊന്നുമല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കേസും കൂട്ടുമില്ല.
എത്ര യൂട്യൂബർമാർ എന്നെപ്പോൾ അറസ്റ്റ് ചെയ്യും, കുറച്ച് ഞാൻ അറസ്റ്റ് എന്തിന്? അപ്പം അതൊക്കെ വെറുതെ ഓരോരുത്തരെ സ്വപ്നങ്ങളാണ്, നടക്കാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ കേസും കൂട്ടുന്നു നൂറെ ഹബീബ് തങ്ങൾക്കില്ല. ഓക്കെ, ഇന്ന് വരെ ഒരു തെറ്റ് നൂറെ ഹബീബ് തങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യൂല, ചെയ്യാതിരിക്കില്ല. അങ്ങനത്തെ നമ്മളങ്ങൾക്ക് ദ്വാരിക്കും. ഓക്കെ. പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. തങ്ങളുടെ നന്മ മാത്രം കാണിക്കാൻ വേണ്ടി യൂട്യൂബർമാരെ പൈസ കൊണ്ട് യൂട്യൂബ് ചെയ്യിപ്പിക്കുന്നു, അതിൽ എന്താ പറയുക ആനന്ദം കാണുന്നു, ഇതൊരു നാടകമല്ലേ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എതിരിടുന്ന ആളുകളോ ഓൽക്കാരാ പൈസ കൊടുക്കണേ? എനിക്കെതിരെ കുറേ ആളുകളുണ്ടല്ലോ, കുറേ ഉണ്ട്. അപ്പോൾ ഇവരാരോ പൈസ കൊടുത്ത് ചെയ്യിക്കല്ലേ അല്ലേ? എനിക്ക് എതിരെ വീട് ഇടുന്നവരൊക്കെ മറ്റുള്ള ആളുകളെയൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്, എന്നെ തകർക്കാൻ വേണ്ടി. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ സത്യമുള്ളവർക്ക് അറിഞ്ഞുണ്ടാവില്ലേ? നിങ്ങൾക്ക് സത്യം തോന്നി, അപ്പോൾ നിങ്ങൾ വന്നു. മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ നമ്മളൊരു ഈ ഒരു പ്രശ്നം തുടങ്ങി വെക്കുന്നത് ഒരു കിണറുമിലാണല്ലോ. ആ കിണറിൻ്റെ അവസ്ഥ പിന്നീട് തങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തായി ആ കിണർ മൂടിയോ അല്ലെങ്കിൽ കിണർ എന്തായെന്നും? കിണർ മൂടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്നെയാണത്. അത് പൈസ കിണർ ഇപ്പം മൂടിയോ? മൂടി. അപ്പോൾ ആ പൈസയുടെ പ്രശ്നക്കാർ നിന്നു. അപ്പോൾ അതിനെതിരെ വീണ്ടും ഒരുപാട് പേര് രംഗത്തിറങ്ങിയിരുന്നല്ലോ. അപ്പോൾ അവരോട് തങ്ങൾക്ക് എന്താ പറയാല്ലേ കിണറിനെ കുറിച്ചിട്ട്? അല്ലേ, അത് ഒരുപാട് ആളുകൾ അങ്ങനല്ല, തങ്ങളെ കുറ്റം പറഞ്ഞ ആൾക്കാരോടെ പറഞ്ഞു. നിങ്ങൾ ഒരുപാട് ആൾക്കാരെ നേരത്തെ കുറ്റം പറഞ്ഞല്ലോ, നിങ്ങൾ ആ കിണറുണ്ടാക്കിയത് പൈസ കണ്ടിട്ടാണ് അത് വെക്കാൻ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ മൂടിയെന്ന് പറയുന്നു. അപ്പോൾ അതിനെതിരെ ആ പറഞ്ഞ ആൾക്കാരോട് എന്താ പറയാ? സത്യത്തിൽ പൈസ ഇടാനുള്ളതല്ലത്, പൈസ ഇടാനുള്ളതല്ലത്, അതുപോലെ തെറ്റിദ്ധരിച്ചതാണ്. അപ്പം അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ഓരോരുത്തർ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ച് വില പോകില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ലേ. അത് ഓരോരുത്തർ പെണ്ണുങ്ങന്മാർ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ആരാധിക്കേണ്ടത് ആരാധന വസ്തു അല്ലത്. ഞാൻ റബ്ബിനോട് സമാനം പറയേണ്ടതില്ല. അപ്പോൾ ഞാൻ കെട്ടി, പിന്നെ ആർക്കെങ്കിലും കൊടുത്ത് പൈസ ഇട്ടപ്പോൾ എൻ്റെ ഉറ്റ, ഇപ്പോൾ ഞാൻ കെട്ടിയപ്പോൾ ആർക്കും കുഴപ്പമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് അതൊന്നും വലിയ എന്താ പറയുക, ഞാനൊന്നും എനിക്കൊക്കെ നെവർമൈൻഡാ. ഞാൻ ഈ ചെവി കൂടെ പിന്നെ എന്നെക്കുറിച്ച് നാറ്റക്കോയ, വേറെ കോയ, അത് അങ്ങനെ അതിലൊന്നും എനിക്ക് സന്തോഷമുള്ളൂ, അതിലൊക്കെ ആനന്ദം കൊള്ളുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം, എല്ലാവരും ലക്ഷ്യം തരും പൈസയാണ്. യൂട്യൂബിൽ കുറച്ച് ആളുകളിട്ട അതിൽ പൈസ കിട്ടും. യൂട്യൂബിൽ ഇതുകളിട്ട കുറേ ആളുകൾക്ക് പൈസ കിട്ടും. അപ്പോൾ അത് മറ്റുള്ള നമ്മളെ വെച്ച് പിന്നെ കുറേ ആളുകൾ നമ്മളെ തകർക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾ കേട്ട് നമ്മളെ കുടുംബത്തിൽ തന്നെ അല്ലേ, നമ്മളെ PMS തങ്ങളെ മക്കൾ ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ അവർക്ക് എൻ്റെ മക്കളാണ്. അവർ പറഞ്ഞതൊന്നും ശരിയല്ല, പക്ഷേ അവർക്ക് മറുപടി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല. കാരണം എന്താ വെച്ചാൽ അവരെ വാപ്പ എനിക്ക് ഭക്ഷണം തന്നു, ചികിത്സ പഠിപ്പിച്ചു, എന്നെ ഒരു നിലയിലേക്ക് എത്തിച്ചു. മൂപ്പരെ കാരണമല്ലേ എന്ന് ഞാൻ ജീവിച്ചു പോണത്. അപ്പോൾ ആ മക്കൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവർക്കെതിരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കിടക്കണ ഉപ്പാക്ക് സ്വസ്ഥത കിട്ടുമോ? ഓര് പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മക്കളെ ഒന്നാവും അല്ലേ? ഓർക്കൊരു വിഷമം ചിലപ്പോൾ ഓടിപ്പോയാൽ നമ്മളെ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പം അതിൽ ഓൽക്കൊന്നും നമ്മൾ മറുപടി കുറേ ഉണ്ട്. ഇതിൽ അവർ പറഞ്ഞതിനൊക്കെ മറുപടി കൊടുക്കാൻ കഴിയും. പക്ഷേ ഇതൊക്കെ എന്ത് ഒരുപാട് യൂട്യൂബർമാർ ആനന്ദം കൊള്ളും.